ശ്രീ സജീവ് എന്തിയാട്ടെ, ഈ ആർട്ട് ഫോർ ആർട്സ് സേക്കാണോ ആർട്ട് ഫോർ ലൈഫ് സേക്കാണോ എന്ന ചർച്ചകൾക്ക് കാലങ്ങളോളം പഴക്കമുണ്ട്. ഒരു 2 വർഷം മുമ്പൊക്കെ വരെ ആർട്ട് ഫോർ ആർട്സ് സേക്ക് പക്ഷത്തായിരുന്നു ഞാനും. പക്ഷേ സമൂഹം ഇങ്ങനെ മാറുമ്പോൾ സമൂഹത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിലൊന്നായിട്ട് ആ വയലൻസ് മാറുന്നു എന്ന തോന്നൽ പോലും ഉണ്ടാകുമ്പോൾ ശ്രീമതി രഞ്ജിനി പറയുന്ന പോലെ സിനിമാ ഫ്രട്ടേണിറ്റി ഉത്തരവാദിത്തമുണ്ട്. കാര്യം ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോഴും കാണുന്ന സിനിമയാണ്. ഒരു നാടകത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉത്സവത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അല്ലാത്തൊരു പബ്ലിക് ഗ്യാതറിങ്ങിനോ ആളെ കൂട്ടാൻ കഴിയാത്തവണ്ണം ആളെ കൂട്ടാൻ ഇപ്പോഴും സിനിമയ്ക്ക് കഴിയുന്ന ഒരു മാസ് മീഡിയമാണ്. ഫിലിം ചേംബർ ആ സിനിമാ ഫ്രട്ടേണിറ്റിക്കുള്ളിലെ ആ മാറ്റചിന്തയ്ക്ക് നേതൃത്വം കൊടുക്കുമോ സജീവ് നന്ദിയാട്ട്? തീർച്ചയായും ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിനകത്തിപ്പം ഈ നമ്മുടെ കേരളത്തിലെ സിനിമകളിൽ, മലയാള സിനിമകളിൽ വയലൻസ് എല്ലാം പാടെ നിരോധിച്ചാൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനും കേരളത്തിലെ കോടതികളും ഒക്കെ വെറുതെ അടച്ചു കിടക്കേണ്ടി വരുമെന്ന വാദത്തിലേക്ക് ഈ ചർച്ച വഴിതെറ്റുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നെഗറ്റീവ് ആവിഷ്കാരത്തിൻ്റെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നെഗറ്റീവ് ക്രിയേറ്റിവിറ്റി എവിടം വരെ ആവാം എന്ന് ഈ ലിമിറ്റിനെ കുറിച്ചൊരു ചർച്ചയാവാം. കേരള ഫിലിം ചേംബറിന് ഒരിക്കലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററോടോ ഒരു പ്രൊഡ്യൂസറോടോ നിങ്ങളുടെ സിനിമ എന്തായിരിക്കണമെന്ന് തീരുമാനിക്കാൻ അവകാശമില്ല. മറിച്ച് ഞങ്ങളുടെ അവകാശം എങ്ങനെയാണ് സെൻസർ ബോർഡ് തന്നിരിക്കുന്നത്? നിങ്ങൾ പോസ്റ്ററുകൾ ഉൾപ്പെടുമ്പോൾ, പോസ്റ്ററുകൾ ചെയ്യുമ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന പോസ്റ്ററാണ് സെൻസർ ബോർഡ് ഈ പോസ്റ്റർ അടിക്കാൻ വേണ്ടി അവർ അനുവാദം കൊടുക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, വളരെ ചെറിയ ഇതിൽ ഫിലിം ചേംബറിന് ഒരു സൈൻ കാണും. അതിൽ സിഗരറ്റ് വലിക്കുന്നതോ കള്ള് കുടിക്കുന്നതോ കത്തിക്കൊണ്ട് കുത്തുന്നതോ ഹെൽമെറ്റ് ഇല്ലാതെ ഇങ്ങനെ കുറേ റിസ്ട്രിക്ഷൻസ്, നോംസ് ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഇവയെല്ലാം പാലിക്കാതെ ചില ആൾക്കാർ ഈ ശിവകാശിയിൽ പോയി ഞങ്ങൾ കൊടുക്കാത്ത പല പോസ്റ്ററുകൾ അടിക്കാറുമുണ്ട്. അവർക്ക് പെനാൽറ്റികൾ വരാറുണ്ട് ഗവൺമെന്റ് പരമായി. ഞാൻ പറഞ്ഞു വരുന്നത്, സിനിമയ്ക്ക് സമൂഹത്തെ വഴിതെറ്റിക്കുമ്പോൾ സിനിമയ്ക്കൊരു പങ്കുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്, അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. അതോടൊപ്പം ഇടപെടുമ്പോൾ ഞങ്ങൾക്ക് ചില പരിമിതികളുണ്ട്. ഇന്നയാൾ ഈ എടുക്കുന്ന സിനിമ ഞങ്ങളുടെ അതിൻ്റെ സ്ക്രിപ്റ്റ് ഞങ്ങൾ കാണാറില്ല, പ്രോജക്റ്റ് ഞങ്ങൾ കാണാറുണ്ട്. പേര് പോലും ശ്രദ്ധിക്കണം, ഈ സിനിമയുടെ പേര് കൊടുക്കുന്നത് കേരളത്തിൽ മലയാള സിനിമയ്ക്ക് ഫിലിം ചേംബറാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണൽ റയോട്ട്സ് അല്ലെങ്കിൽ വർഗീയ ലഹള ഉണ്ടാകുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഒരു പേരാണ് വന്നു, ഹേമ കമ്മിറ്റി. അത് മറ്റൊരു തരത്തിലുള്ള കോൺട്രവേഴ്സി ഉണ്ടാക്കാം. ആ പേര് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ മതവുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി എന്ത് കോൺട്രവേഴ്സി ഉണ്ടാക്കാനാണ്? ഇവിടെ RDX ഇല്ലാത്ത പ്രശ്നം ഹേമ കമ്മിറ്റിക്ക് ഉണ്ടാവേണ്ടത് എന്താണ്? ഞാൻ പറഞ്ഞു അതിനിടയ്ക്കൂടെ പേര് വന്നു. അല്ലാതെ കുഴപ്പമെന്താണ്? കാരണം എന്താണെന്നറിയോ? അല്ല, ഹേമ കമ്മിറ്റിക്ക് പ്രശ്നം എന്താണ്? ഹേമ കമ്മിറ്റിയെ കളിയാക്കുന്നതാവാം ചിലപ്പോ അതിന്റെ പ്രമേയം. പറയട്ടെ, അതിന്റെ പ്രമേയം ഞങ്ങൾക്കറിയില്ലല്ലോ. പേര് കൊടുക്കുമ്പോൾ ഹേമ കമ്മിറ്റിയെ മോശമായി ചിത്രീകരിക്കുന്ന ഒന്നാണെങ്കിലോ അപ്പോൾ അത് പേര് കൊടുത്ത ചേംബർ, അപ്പം അതിന്റെ കഥാതന്തു എന്താണെന്നോ അതിന്റെ നറേഷൻ നമുക്കറിയില്ല. അതിന്റെ കഥ എന്താണെന്ന്, കഥാസാരം. അല്ലല്ല ശ്രീ സജീവന്തിയാട്ടെ, ഈ ഹേമ കമ്മിറ്റി എന്നുള്ള പേരിന് അനുവാദം കൊടുക്കാത്തതിന്റെ കാരണമൊന്നും അല്ല കേട്ടോ. ഹേമ കമ്മിറ്റി എന്ന പേരിന് അനുവാദം കൊടുക്കാത്ത സമൂഹത്തിലെ വയലൻസോ അല്ലെങ്കിൽ സമൂഹത്തിന് നന്മയെ കരുതൊന്നും അല്ല. കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ? അല്ലല്ല, അതിനകത്തൊക്കെ കോൺട്രവേഴ്സികൾ വരാം. അത് നിയമപരമായ തലങ്ങളിലേക്ക് പോകാം. ഞങ്ങൾ പറയുന്നത്, ഇത്തരത്തിൽ സിനിമകൾ വഴിതെറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തുവാനും ഇങ്ങനെയുള്ള ചർച്ചകൾക്ക് നയിക്കുവാനും ചേംബർ തയ്യാറാണ്. ഒരു സംശയം വേണ്ട. സമൂഹം നന്നായാൽ മാത്രമേ ചേംബർ നമുക്ക് നന്നാകാം. നമ്മൾ സമൂഹത്തിന്റെ ഭാഗമാണ്. സമൂഹത്തിലുണ്ടെന്ന ഓരോ ചലനങ്ങളെയും നമ്മളെ എല്ലാവരെയും ബാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉൾപ്പെടുന്ന സമൂഹം നന്നായി പോകാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊരു ഇത് വന്നാൽ തീർച്ചയായും ഞാൻ ഈ പറഞ്ഞ പോലെ സിനിമ